ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വ്ളോഗ് എന്താണെന്നറിയോ? ഇന്ന് ഞങ്ങൾ വൈപ്പിൻ വരെ പോവാട്ടോ. അമ്മയുടെ ഫ്രണ്ടിന്റെ മോൻ്റെ ആദ്യ കുർബാനയാണ്, അതിന് പോവാ. ഞങ്ങളൊരു 11 മണിയൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. പോകുന്ന വഴിക്ക് അച്ഛൻ എന്തോ അമ്പലത്തിൽ ചെറിയ കാര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം അവിടെ കുറച്ചു നേരം നിന്ന്. കുറച്ചു നേരം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. കാറിലിരുന്ന് മടുത്തപ്പോ ഞാനും അച്ഛനും പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ അച്ഛനാ. കൊറേ നേരമായി. ഞങ്ങൾ നല്ല കട്ട പോസ്റ്റ്. എനിക്ക് മടുത്തപ്പോ ഞാൻ അവിടെയുള്ള 2 വീലർ മേലെ കയറി ചാരിയിരുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ അച്ഛൻ എത്തിയട്ടോ. പിന്നെ ഞങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ ചാത്തിയാത്ത് ട്യൂൺഫേ വഴിയാണ് കേട്ടോ പോയത്. കൊച്ചിക്കാരുടെ ഫേവറേറ്റ് സ്ഥലമാണിത്. ഒരു ടൈമില് ഞങ്ങൾ എപ്പോഴും വരാറുണ്ടായിട്ടോ. ഇപ്പൊ കുറേ നാളായി വന്നിട്ട്. പിന്നെ ഞങ്ങൾ ഗോശ്രീ പാലം കയറി. ഈ വഴി പോകുമ്പോ ഞങ്ങൾ പാലത്തിന്റെ എണ്ണ എടുക്കൂട്ടോ. എപ്പോഴും തെറ്റിപ്പോവും. അറിയാവുന്നവര് കമന്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ കാളമുക്ക് വൈപ്പിൻ ഹാർബർ. ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടൂട്ടോ. ഈ കാണുന്ന വഴി കൂടെ പോയ വൈപ്പിൻ ബീച്ച് എത്തും. പക്ഷെ ഞങ്ങൾക്ക് പോകേണ്ടത് ഇടത്തോട്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം പോയാല് സ്ഥലം എത്തും. ഈ ചേട്ടന്റെ കേട്ടോ ആദ്യ കുർബാന. ആൽവിൻ എന്നാണേ പേര്. ഇതാണ് കേട്ടോ അമ്മയുടെ ഫ്രണ്ട് ജെൻസി ആൻറ്റി. ചെന്നപ്പോ തന്നെ കേക്കും വൈനൊക്കെ കഴിച്ചുട്ടോ. ഇത് കണ്ടോ ഈ പാക്കറ്റ്? ഇതിലെന്താന്നോ? ഒരു മിഠായി, ഒരു കൈക്കൊന്ത. ഇതായിരുന്നു കേട്ടോ കൊന്ത. ഇതിന്റെ അകത്തത്തെ മിഠായി എവിടെയെന്ന് ചോദിച്ചപ്പോഴാ അച്ചുചേട്ടൻ്റെ ഒരു കള്ളച്ചിരി. ഞങ്ങൾ ആരും അറിയാതെ അച്ചുചേട്ടൻ അതങ്ങ കഴിച്ചു. ഇതമ്മയുടെ ഫ്രണ്ട് തന്നെയാണേ, ജെൻസി ആൻറ്റിയുടെ ചേച്ചിയാണേ, സോണി ആൻറ്റി. ആൽവിൻ ചേട്ടൻ്റെ കൂടെയുള്ള സോണി ആൻറ്റിയുടെ മോളാണേ. പിന്നെ ഞങ്ങൾ ആൽവിൻ ചേട്ടൻ്റെ ഒപ്പം സെൽഫി ഒക്കെ എടുത്തു കേട്ടോ. എവിടെ പോയാലും ഒരു സെൽഫി മസ്റ്റാണ്. പിന്നെ ഫുഡിന്റെ ടൈം ആയിരുന്നു കേട്ടോ. ഇത് ജെൻസി ആൻറ്റിയുടെ മമ്മിയാണേ. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി. ഞങ്ങൾ ഫുഡ് കഴിച്ച് ജെൻസി ആൻറ്റിയുടെ വീട്ടിലാണേ. സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായത് സോണി ആൻറ്റിയുടെ വീട്ടിലാണേ. 2 വീടും ഒരു മുറ്റത്താണേ. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ജെൻസി ആൻറ്റിയുടെ വീട്ടിലിരുന്നേ. അപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഐസ്ക്രീം കഴിച്ചില്ല. ബിരിയാണി കഴിഞ്ഞൊരു ഐസ്ക്രീം മസ്റ്റാണല്ലോ. സോണി ആൻറ്റിയുടെ മോളാണ് കേട്ടോ ഇത്. ആ ചേച്ചിയാണ് ഐസ്ക്രീമൊക്കെ എടുത്തു തന്നത്. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ബീച്ചിൽ കയറാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറിയപ്പോൾ അച്ഛൻ പറഞ്ഞു ബീച്ചിൽ പോകാൻ സമയം ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ ഞങ്ങൾ ബീച്ചിൽ പോകുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ബാഗിൽ ഞങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ നനഞ്ഞാ മാറാനുള്ള ഡ്രസ്സാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ.
അച്ഛൻ പോകാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ ബീച്ചിലോട്ടുള്ള വഴി വളച്ച്. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. അച്ഛൻ ഞങ്ങളെ പറ്റിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചെത്തിട്ടോ. നമ്മുടെ കൊച്ചിയിലെ എല്ലാവർക്കും പരിചയമുള്ള ബീച്ചാണിത്. കണ്ടിട്ട് ഈ ബീച്ച് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോ ഐസ്ക്രീം ഉണ്ട്. എന്നാ പിന്നെ ഓരോ ഐസ്ക്രീം കഴിച്ചാലോ എന്നായി. അച്ഛൻ നോക്കിയാ പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫ്ലേവർ ആണ് കേട്ടോ എടുത്തേ. വാനില, ബട്ടർ സ്കോച്ച്, മാംഗോ, ബ്ലൂബെറി, ടെൻഡർ കോക്കനട്ട്. ഞാൻ മാംഗോ ആണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടുത്തെ ഒരു തടിക്കഷണത്തിൽ കയറിയിരുന്നട്ടോ. എന്ത് പറയാനാ കൂട്ടുകാരെ, ഞങ്ങൾ പോയ സമയം കൊള്ളില്ലായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഈ വെയിലത്ത് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയാൽ കരിഞ്ഞു പോവും. പക്ഷെ ഞങ്ങൾ കുറെ പറഞ്ഞു കേട്ടോ ഇറങ്ങാന്ന്. പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞ് ഇറങ്ങണ്ടാന്ന്. വെയിലായിരുന്നെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം ഞങ്ങൾ ആ കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നെ ഇത്തിരി സങ്കടത്തോടെ, ഇത്തിരി ഒന്നുമല്ല കുറച്ചധികം, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറൊരു ദിവസം 4 മണിക്ക് ശേഷം ഞങ്ങളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ വെയിൽ കൊള്ളണ്ടെന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ ആ സങ്കടം അങ്ങ് മറന്നു. പിന്നെ എല്ലാവരും ഹാപ്പി ആയി പാട്ടൊക്കെ കേട്ട് വീട്ടിലോട്ട് പോയി. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.